സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ സമയം നമ്മൾ ഒട്ടും വൈകിപ്പിക്കാൻ പാടില്ല. ഹെബീഡ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ചൂട്? മൈക്ക് ചൂട് ചെറിയൊരു ക്ഷീണമുണ്ടോ? ക്ഷീണം നന്നായിട്ടുണ്ട്. നമ്മൾ വെളുപ്പിനെ തുടങ്ങുന്നതല്ലേ, സ്വാഭാവികമായിട്ടും ചൂട് ഉണ്ടാകുന്നത് നമ്മൾക്ക് ചെയ്യാവുന്നതിൻ്റെ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും. ഒരു വലിയ പിന്തുണ ഉണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആവേശം എന്ന് പറയുന്നത്. ചെല്ലുന്ന സ്ഥലത്ത് ജനങ്ങളുടെ ഒരു റിയാക്ഷനും റെസ്പോൺസും എല്ലാം റെസ്പോൺസും കാണുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശം. എനിക്കൊന്ന് ഈ അന്തരീക്ഷത്തിന്റെ ചൂടിനെ ജനങ്ങളുടെ ആവേശം കൊണ്ട് തണുപ്പിക്കുന്നു. ഒരു 25-30 പരിപാടികൾ ഒരു ദിവസം പങ്കെടുക്കുന്നുണ്ടാവും അല്ലേ? ഇത് നമ്മളുടെ വാഹന പര്യടനമല്ലേ. വാഹന പര്യടനം കുറെ പോയിന്റുകളിൽ സ്വീകരണമുണ്ട്. 100-ലധികം സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ പോയിന്റുകൾ. 4 റൗണ്ട് പൂർത്തിയായി അല്ലേ? 4 റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പൊ വാഹന പര്യടനം ഇപ്പൊ ഇന്നത്തോടുകൂടി കൊച്ചിയിലെ പൂർണ്ണമായിട്ടും വാഹന പര്യടനത്തിലൂടെ കൊച്ചിയിലെ 2 ബ്ലോക്കും പൂർണ്ണമാവും. തീരദേശ മേഖലയായ ചെല്ലാനവും കണ്ണമാലിയൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. എന്താണ് ഒരു പൊതുവെ ഒരു ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം? ഒരു വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ 4ാമത്തെ ഇലക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ജനങ്ങളുടെ ഫീഡ്ബാക്കാണ്. ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി. 2019 വരുമ്പോൾ ഒരു വലിയൊരു ആവേശം ഉണ്ടായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി വലിയൊരു ആവേശം. ഇന്നിപ്പോൾ നരേന്ദ്രമോദി അടക്കം ഈ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും 2 നരേന്ദ്രമോദി വന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് കുന്നംകുളത്താണ്, ഒന്ന് ആറ്റിങ്ങലിലാണ്. രാഹുൽ ഗാന്ധിയും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ 2019 നിന്ന് വ്യത്യസ്തമായി കേരളം ഒരു വലിയ പൊളിറ്റിക്കൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഒരു തരംഗത്തിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എല്ലാ സർവേ ഫലങ്ങളും മറികടന്നാണ് നമ്മൾക്ക് വലിയ വിജയമുണ്ടായത്. അപ്പോൾ ജനങ്ങൾ എന്താണ്, ജനങ്ങളുടെ മാൻഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൽ അവർ വലിയ തോതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ സ്റ്റേറ്റ് തലത്തിലെല്ലാം അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായും പ്രതിഫലിക്കും. അത് നമ്മൾക്ക് ഒരിക്കലും ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്താണ് ചിന്തിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തും, ദേശീയ രാഷ്ട്രീയം വിലയിരുത്തും. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ അവരുമായി സംസാരിക്കുന്ന, അവരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് എന്നതായിരിക്കുമോ പ്രഥമ പരിഗണന, അതോ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി? അല്ല, കേരളത്തിൻ്റെ ഫോമാറ്റ് വ്യത്യസ്തമാണ്. 2 കാര്യങ്ങളും വിലയിരുത്തപ്പെടും. കാരണം 8 വർഷമായി ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. ആ 8 വർഷമായ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള വലിയ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ CA പോലുള്ള, മണിപ്പൂർ പോലുള്ള ഇന്ന് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സേഫ് അല്ല എന്നുള്ള കേന്ദ്ര വിരുദ്ധ തരംഗവും ആഞ്ഞടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് മാത്രമാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നണി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ വരുന്നു. രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വരുന്നുണ്ടോ പ്രചരണത്തിന്? രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വരുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ 2-ാം തീയതി 1-2 സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെന്ന് കേട്ടില്ല. ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയ നേതൃത്വം പറഞ്ഞ ചില സ്ഥലങ്ങളിലാണ് അദ്ദേഹം വരുന്നത്. നമ്മൾ ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സും ദേശീയ നേതാക്കന്മാർ വരുമ്പോഴേക്കും നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു വർക്കിനെയും പല തരത്തിൽ അത് ബാധിക്കും. ഞങ്ങളുടേതായ രീതിയിൽ വളരെ ലോ പ്രൊഫൈലിൽ വർക്ക് അതുകൊള്ള ലോ പ്രൊഫൈലാണെങ്കിലും ഹൈ പ്രൊഫൈലിലാണ് നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലം മുഴുവൻ. ഇപ്പോഴും എൻ്റെ ഒരു സംശയമുള്ളത്, ഈ മണ്ഡലത്തിലെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതൊരു മണ്ഡലത്തിലും, ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ 3 പര്യടനം പൂർത്തിയാക്കി. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒറ്റ വിഷയമാണ് അവർ പറയുന്നത്, CAA എന്ന വിഷയം മാത്രമാണ് വടക്കൻ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മൾ വടകര അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പാനൂർ അടക്കമുള്ള വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഷാഫിയുടെ വരവോടുകൂടി. ഇവിടെ എന്താണ് നമ്മൾ പ്രൈം ഫോക്കസ് എന്നാണ് ചോദ്യം. അല്ല, ഇവിടെ ഞാൻ പറയുന്നത് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വികസനം എറണാകുളത്തൊരു വിഷയമാണ്.
കുടിവെള്ളം എറണാകുളത്തൊരു വിഷയമാണ്. തീരദേശ മേഖലയിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ബൈ ആൻഡ് ലാർജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഈ പറഞ്ഞ CAA അടക്കം മണിപ്പൂർ അടക്കം ഉള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. പ്രാദേശികമായിട്ട് വികസന വിഷയങ്ങളുണ്ട്, പ്രാദേശികമായിട്ട് ചെയ്തു തീർക്കേണ്ട പദ്ധതികളുണ്ട്, അതിലും അസംതൃപ്തിയുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള അസംതൃപ്തിയാണ്. ആ അസംതൃപ്തിയും പ്രകടിപ്പിക്കപ്പെടും. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 65 മുതൽ 70% വരെ എറണാകുളത്തു നിന്നാണ് പൊതുഖജനാവിലേക്ക് ടാക്സ് ഇനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ എറണാകുളത്ത് പുതിയൊരു കുടിവെള്ള പദ്ധതി ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അമൃത അടക്കമുള്ള പദ്ധതികളുണ്ടെങ്കിലും പര്യാപ്തമായ ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ പിന്നിൽ ഞാനും PJ ജോസഫും ഉമ്മൻചാണ്ടിയും വന്നൊരു തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. 232 കോടി. VJ കുര്യൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. അത് 125 MLD പ്ലാന്റ്, ഇന്ന് 190 MLD പദ്ധതിയുണ്ട്. പക്ഷെ 1 രൂപ പോലും കിഫ്ബി പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടില്ല. തീരദേശത്ത്, ഞാൻ ഇവിടെ നമ്മൾ തീരദേശത്താണല്ലോ ഇന്ന് നിൽക്കുന്നത്, തീരദേശത്ത് എല്ലായിടത്തും ലാറ ആക്ട് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. റെയിൽവേ, നാഷണൽ ഹൈവേ എല്ലാം നല്ല പണം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഭൂമി പോകുന്നത്. പക്ഷെ ഇവിടെ മാത്രം തീരദേശ റോഡിന് അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ കോറിഡോർ എന്ന് പറയുന്ന പുനഃഗ്രഹം പദ്ധതി എന്നൊക്കെ പറയുന്നതിൽ 2 ലക്ഷം രൂപയാണ് പെർ സെന്റിന് കൊടുക്കുന്നത്. അപ്പോൾ ദേശീയ നിയമം, ഒരു ഭൂമി ഏറ്റെടുക്കൽ നയവും നിയമവും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അർഹമായ ഭൂമിയുടെ വില കിട്ടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിൽ ഒരു പൊതു താല്പര്യ ഹർജിയിലേക്ക് പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മെട്രോ 52 ലക്ഷവും 40 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് ഭൂമി ഏറ്റെടുക്കുന്നു. തീരദേശത്ത് ഒരാൾക്ക് 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ. ആ വ്യത്യാസം സ്വാഭാവികമായിട്ടും തീരദേശ റോഡിന്റെ വികസനം അതെല്ലാം അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവർക്ക് അർഹമായ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പാക്കേജ് ഉണ്ട്, അത് നടപ്പാകുന്നില്ല. അപ്പൊ ഇതെല്ലാം അസംതൃപ്തിയും, ഇതെല്ലാം തീരദേശത്ത് ഉയരുന്ന വിഷയങ്ങൾ. വൈപ്പിനിൽ പോയാൽ കടൽഭിത്തി പുലിമുട്ടലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രതികരണം ഉണ്ടാകും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ KS രാധാകൃഷ്ണൻ മത്സരിക്കാൻ വരുന്നു, ആലപ്പുഴയിൽ വോട്ട് നേടിയ ആളാണ്. ഏതെങ്കിലും തരത്തിൽ UDFന്റെ വോട്ടുകൾ KS രാധാകൃഷ്ണൻ പിടിച്ചു മാറ്റും എന്നൊരു ഭയമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പൊ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഹൈബീഡിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്ന്, ഒരു നേതാവിൽ നിന്ന് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഒരു നിലപാടെന്താണ്? ഇപ്പൊ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? RSS സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് കേരളത്തിൽ റൂട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ക്രൈസ്തവ ഇസ്ലാം വിഭാഗങ്ങൾ തമ്മിൽ അന്തരമുണ്ടാകണം, അവരെ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുന്ന എൻ്റെ ബെനിഫിറ്റ് BJPക്ക് കിട്ടും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊപ്പഗാൻഡയും അജണ്ടയുമാണ് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾക്ക് എന്തോ കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ അതാണോ? അരുൺ അറിയാമല്ലോ, കേരളം എന്ന് പറയുന്നത് എത്രയോ നല്ല മാതൃകകളുള്ള സ്ഥലമാണ്. നമ്മൾ അബ്ദുൾ റഹീമിനെ കൊണ്ടുവരിക. കേരളം എന്ന് പറയുന്ന സെക്യുലർ ഫാബ്രിക്, കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിന് ഒരു കളങ്കമേൽപ്പിക്കുന്ന കഥകളല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. മറിച്ച് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഏറ്റവും നല്ല പാഠങ്ങൾ നൽകുന്ന, മതസൗഹാർദ്ദത്തിൻ്റെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് 16 സ്ക്വയർ കിലോമീറ്ററിൽ 21 കമ്മ്യൂണിറ്റീസാണ്. ഗുജറാത്തീസ്, മാർവാഡീസ്, ജ്യൂസ്, എല്ലാ വിഭാഗം. മിനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദശാബ്ദങ്ങളായി ട്രേഡിന് വേണ്ടി വന്ന ആളുകൾ ഇവിടെ സെറ്റിൽ ചെയ്ത് ജീവിക്കുകയാണ്. 100-200 വർഷങ്ങളുമായിട്ട് സ്പൈസ് ട്രേഡിന് വന്ന ആൾക്കാർ, ചെറിയ കച്ചവടത്തിന് വന്ന ആളുകൾ, അവരെല്ലാവരും എത്രയോ സൗഹാർദ്ദത്തോടു കൂടി ഭക്ഷണത്തിൻ്റെ എല്ലാ ഭക്ഷണവും കിട്ടും. മട്ടാഞ്ചേരിയിൽ നിങ്ങൾ പോയാൽ എല്ലാ കൾച്ചറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്തു കളഞ്ഞ BJP സർക്കാർ എന്താണ് പറയാനുള്ളത്? BJP സ്ഥാനാർത്ഥിയോട് പറയാനുള്ളത് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്തു, അത് തിരിച്ചു കൊണ്ടുവരാൻ പാർലമെന്റിലെ MP-മാരും സ്റ്റേറ്റിലെ MLA-മാരും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ. പ്രകടന പത്രികയിൽ യൂണിഫോം സിവിൽ കോഡാണ് പ്രധാന വിഷയം. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം എത്നിക് മൈനോറിറ്റീസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. അവരെല്ലാം ഇൻക്ലൂസീവ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഈ ചിത്രം
പ്രദർശിപ്പിക്കുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മൈനോറിറ്റി ആണെങ്കിലും ചിത്രം പ്രദർശിപ്പിക്കാൻ ചിലരെങ്കിലും തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് ചിത്രമൊക്കെ ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആണ്, കാണുന്നതിലൊന്നും നമ്മൾക്ക് എതിർപ്പില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് മതവിദ്വേഷം പടർത്താൻ വേണ്ടി എടുക്കുന്ന നിലപാടിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. ആ കെണിയിൽ വീഴരുത്. അതൊരു കെണിയാണ്. ആ കെണിയിൽ ഇപ്പം മണിപ്പൂര്, ഞങ്ങൾ മണിപ്പൂർ പോയതിനു ശേഷം യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് കേരളം പുറം ലോകം അറിഞ്ഞു. നമ്മൾ പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ചാണ്. ഡിജിറ്റൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഇല്ലാതെ എത്ര മാസങ്ങളാണ് മണിപ്പൂര് റെസ്റ്റ് ഓഫ് ദ കൺട്രിയിൽ നിന്ന് കട്ട് ഓഫ് ആയത്? ഡിജിറ്റൽ ഇന്ത്യയാണ്. ഡിജിറ്റൽ ഇന്ത്യയിൽ അവിടെ നടക്കുന്ന ഒന്നും ഒരു മാധ്യമ പ്രവർത്തകന് ഒരു ഫോട്ടോ എടുത്ത് ചിത്രം അയക്കാൻ ഇന്റർനെറ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്ന മണിപ്പൂർ ഇപ്പോഴും ശാന്തമല്ല എന്നാണ് ആർച്ച് ബിഷപ്പ് പറയുന്നത്. ഈ സ്റ്റേറ്റിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു, CA-ക്കെതിരെ കേസെടുത്തു, ഇതൊന്നും പിൻവലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പും രാഷ്ട്രീയവും നയവും വോട്ടുകളും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് ഇന്നിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് വലിയ പ്രതീക്ഷ ഇന്ത്യയിൽ നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്കാണ് ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. സംഘപരിവാർ RSS ശക്തികളെ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ അവർക്കേ കഴിയുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ മുന്നണി മുന്നോട്ട് പോകുന്നത്. അതിന് വലിയ പ്രതീക്ഷ ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷ. താങ്ക് യു ശ്രീ ഹൈബി ഈഡൻ. അപ്പോൾ ഹൈബി ഈഡൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു, മട്ടാഞ്ചേരി ഒരു മിനി ഇന്ത്യയാണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ തങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിന് ഉദാഹരണമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പ്രചരണത്തിന്റെ തിരക്കിലേക്കാണ് ഹൈബി ഈഡൻ.